ഏവൻ ക്രിയേഷൻ ഇനി നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കൈരളി ബുക്സ് പ്രസാധനം നിർവഹിച്ച ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകമാണ്. തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിലൂടെ ചിത്രലേഖ തൻ്റെ ഓർമ്മകളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. തൃശ്ശൂർ ജില്ലയിലെ തളിയിൽ ജനിച്ച ചിത്രലേഖ ഇംഗ്ലീഷ് സാഹിത്യത്തിലും മനഃശാസ്ത്രത്തിലും ബിരുദാനന്തര ബിരുദവും ബി.എഡും സെറ്റും കരസ്ഥമാക്കിയിട്ടുണ്ട്. തിരുവനന്തപുരം ശാന്തിവിള പബ്ലിക് സ്കൂൾ, തൃപ്പൂണിത്തുറ തത്തമംഗലത്തെ ചിന്മയ വിദ്യാലയം, കൊല്ലങ്കോട് ധാത്രി ഗേൾസ് എച്ച്.എസ്., സുൽത്താൻപൂർ ഉത്തർപ്രദേശിലെ കമല നെഹ്റു ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചൈൽഡ് എഡ്യൂക്കേഷൻ, കൊപ്പത്തിലെ GVHSS എന്നിവിടങ്ങളിൽ അധ്യാപികയായും സർവശിക്ഷ അഭിയാൻ പഴയന്നൂർ ബ്ലോക്ക് പ്രോഗ്രാം ഓഫീസറായും സേവനമനുഷ്ഠിച്ചു. ഇപ്പോൾ GHSS ചാത്തന്നൂരിൽ ഹൈസ്കൂൾ വിഭാഗത്തിലെ ഇംഗ്ലീഷ് അധ്യാപികയാണ്. കൈരളി ബുക്സ് പ്രസാധനം നിർവഹിച്ച ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിന് ആസ്വാദനം എഴുതിയിരിക്കുന്നത് പ്രഭാവർമ്മയാണ്. അദ്ദേഹം ഇങ്ങനെ പറയുന്നു: ദൈവം സൃഷ്ടിച്ചവയിൽ ഏറ്റവും മനോഹരമായുള്ളത് പൂക്കളാണെന്നും നിർഭാഗ്യവശാൽ അതിൽ ആത്മാവിനെ ഉൾച്ചേർക്കുവാൻ ദൈവം മറന്നുപോയെന്നും ഒരു സങ്കല്പമുണ്ട്. എന്നാൽ ആത്മാവുള്ള പുഷ്പങ്ങളുണ്ട്. അവ വനികകളിലല്ല, നമ്മുടെ മനസ്സുകളിലാണ്. അവയ്ക്കുള്ള പേര് ഓർമ്മ എന്നാണ്. അതിൻ്റെ സുഗന്ധം അനുഭവിപ്പിക്കുന്ന ശ്രദ്ധേയമായ കൃതിയാണ് ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം. ഈ കൃതിയിലെ ഓരോ അധ്യായവും പ്രകൃതിയിലേക്ക് വിടരുന്ന പൂക്കളുടെ ആത്മാവ് എന്ത് എന്ന് അനുഭവിപ്പിക്കുന്നു. പോയിപ്പോയ ഏതോ നല്ല കാലത്തിൻ്റെ ഗൃഹാതുരത്വത്തെ ഈ കൃതി നമ്മുടെ മനസ്സിൽ ഉണർത്തിയെടുക്കുന്നു. നെല്ല് പുഴുങ്ങുന്നതിൻ്റെ മണം, ചെമ്പകപ്പൂ വിരിയുന്നതിൻ്റെ മണം, മഞ്ഞു പൊഴിയുന്നതിൻ്റെ സൗന്ദര്യം, മൊട്ടുവിടരുന്നതിൻ്റെ കേൾക്കാനാവാത്ത ശബ്ദം, തൊട്ടാവാടിയില കൂമ്പുന്നതിൻ്റെ ദൃശ്യം, ഉരുക്കുനെയ് ചേർത്തുരുട്ടിയ ഉരുളയുടെ രുചി, ഉപ്പേരി വറുക്കുന്നതിൻ്റെ സുഗന്ധം, അടുപ്പിൽ കനൽ പൊട്ടുന്നതിൻ്റെ നേർത്ത ശബ്ദം, കറന്നയുടൻ പതയോടുകൂടിയ പാലിൻ്റെ സ്വാദ്, തൊടിയിലെ പാലപ്പൂവിൻ്റെ മതിപ്പിക്കുന്ന മണം, വരമ്പോരത്തെ കൈത്തോടിൽ വെയിൽ തട്ടി പിടഞ്ഞോടുന്ന ചെറുമീനുകളുടെ തിളക്കം, ആദ്യ മഴയിലുയരുന്ന പൊടിമണം എന്നിങ്ങനെ പണ്ടെന്നോ അറിഞ്ഞതും മറന്നതുമായ എന്തിനെയൊക്കെയോ നമ്മുടെ മനസ്സിലേക്ക് വീണ്ടെടുത്തു തരുന്നു ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം. അതുകൊണ്ട് തന്നെ ഈ കൃതിയിലുള്ളത് എൻ്റെ മനസ്സിൻ്റെ സ്പന്ദനങ്ങൾ തന്നെയായി എനിക്ക് അനുഭവപ്പെടുന്നു എന്നാണ് പ്രഭാവർമ്മ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകം വായിച്ചിട്ട് അഭിപ്രായപ്പെട്ടത്. പ്രഭാവർമ്മ പറഞ്ഞ പോലെ തന്നെ തോർന്ന മഴയുടെ തോറ്റം എന്ന ചിത്രലേഖയുടെ ഈ പുസ്തകത്തിലെ ഓരോ അധ്യായങ്ങൾ വായിക്കുമ്പോഴും നമുക്കും നമ്മുടെ മനസ്സിലേക്ക് പഴയ കുറേ ഓർമ്മകൾ ഇരച്ചെത്തുമെന്നുള്ളത് ഉറപ്പാണ്. കൈരളി ബുക്സ് പ്രസാധനം നിർവഹിച്ച ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിലെ ലതേച്ചിയുടെ ശ്ലോകം എന്ന അധ്യായമാണ് അവതരിപ്പിക്കുന്നത്. ചിത്രലേഖയുടെ തോർന്ന മഴയുടെ തോറ്റം എന്ന പുസ്തകത്തിലെ അധ്യായങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് റംലയും ഇക്ബാൽ. തോർന്ന മഴയുടെ തോറ്റത്തിലെ ലതേച്ചിയുടെ ശ്ലോകം എന്ന അധ്യായം. പച്ച വിരിച്ചു നിന്ന പാടത്തൂടെ ദൂരെ കാണുന്ന കവുങ്ങിൻതോട്ടമായിരുന്നു എൻ്റെ ചക്രവാളത്തിൻ്റെ സീമ. തെളിഞ്ഞ ആകാശത്തിൽ വട്ടമിട്ടു പറക്കുന്ന ചെറിയ പരിന്തിൻ കുഞ്ഞുങ്ങളുണ്ട് ചില നേരത്ത് നോക്കിയിരിക്കാൻ. പകൽ സമയത്ത് തിരക്കിട്ട പണിയിലാവും അമ്മയും മുത്തശ്ശിയും, മുത്തശ്ശൻ ഉറക്കത്തിലും. കോലോത്തെ കവുങ്ങിൻതോട്ടത്തിൻ്റെ അറ്റത്തെ കുളപ്പുരയിലായിരുന്നു കളിവീട്. മരപ്പാവയും മണ്ണപ്പവും കാട്ടപ്പ മെഴുക്കുപുരട്ടിയും കുറേ പഴന്തുണികളും. മുത്തശ്ശൻ ഉറങ്ങുമ്പോൾ മാത്രം അതെല്ലാം പുറത്തെടുക്കാം. ഉണർന്നാൽ ഇതൊക്കെ കണ്ടാൽ മുത്തശ്ശൻ തുടങ്ങും: വേറെ ഒരു പണിയില്ലാലേ അമ്മൂട്ടേ, എന്തത്? അമ്മുക്കുട്ടി എന്നാണ് മുത്തശ്ശിയുടെ വിളിപ്പേര്. മുത്തശ്ശൻ അത് ദേഷ്യത്തിലാവുമ്പോൾ അമ്മൂട്ടെ എന്ന തറപ്പിച്ച വിളിയാവും. ആ ശബ്ദം കേൾക്കുമ്പോഴേക്കും എല്ലാം വലിച്ചെറിഞ്ഞിട്ടൊരു ഓട്ടമുണ്ട് അമ്മയുടെ സാരിത്തുമ്പിലേക്ക്. പിന്നെ ഏറെ നേരത്തേക്ക് മിണ്ടാട്ടം ഉണ്ടാവില്ല. കളിപ്പുരയിൽ ഇരുന്ന് നോക്കിയാൽ പാടത്തെ പണിക്കാരെയും വരമ്പത്തെ യാത്രക്കാരെയും കാണാം. അന്നൊരു ഒറ്റയടിപ്പാതയാണ് പാടത്തിനപ്പുറത്ത്. ഒരാൾക്ക് കഷ്ടിച്ച് നടക്കാം. എതിരെ ഒരു പൂച്ച വന്നാൽ പേടിയാകും. അത്രയും വീതി കുറഞ്ഞ വഴി. പൂച്ചയേക്കാൾ നായ്ക്കളും പോത്തുകളും ആടുകളുമായിരുന്നു ആ വഴി ഉപയോഗിച്ചത്. ഒറ്റയ്ക്ക് പോയ തോട്ടിൽ നീരാളി മുത്തിയും ഇടവഴിയിൽ ഒടിയൻ പോത്തുകൾ ഉണ്ടാവിട്ട കുട്ടിയെ.
മുത്തശ്ശിയും ഭാർഗവിയമ്മയും ഒരുപോലെ പറയുന്ന കാര്യമായതിനാൽ വഴി നടക്കാൻ ഒറ്റയ്ക്ക് ധൈര്യമില്ല. സ്കൂളിൽ പോകാനാണെങ്കിൽ ലതച്ചേച്ചിയും ഉഷച്ചേച്ചിയും വരണം. ഉഷച്ചേച്ചിയോട് ഒരിക്കൽ ചോദിച്ചു, ശരിയാണോ ഇതൊക്കെ? ഉത്തരമില്ലാത്ത ചിരി. അമ്മയോട് ചോദിച്ചപ്പോൾ, എനിക്കറിയില്ല കുട്ടിയെ, മുത്തശ്ശി പറയണതും ഭാർഗവിയമ്മ പറയണതും ശരിയാവുന്നൊരു ഒഴിഞ്ഞുമാറൽ. സ്കൂളിലേക്ക് നടക്കുമ്പോൾ ഇടയ്ക്കിടെ ഞാനിരിക്കും. നടക്കാൻ വയ്യ ഏറെ ദൂരം. ഉണ്ണുലിയമ്മയാണെങ്കിൽ ഒറ്റയടി നടത്തിക്കില്ല. എനിക്കിഷ്ടം അവരുടെ കൂടെ സ്കൂളിൽ പോവാനായിരുന്നു. അവരുടെ അമ്മ കിടപ്പിലായപ്പോഴാ ലതേച്ചി ഉഷേച്ചിയും സാരഥികളായത്. വേഗം നടന്നില്ലാച്ചാ അപ്പോൾ തുടങ്ങും ലതേച്ചി വല്ലാത്ത ടോണിൽ ഒരു ശ്ലോകം. നട്ടുച്ച സന്ധ്യാസമയം പ്രേതങ്ങൾ ചാടി ചാടി തോട്ടിലും കുണ്ടനടൊഴിയിലും കുട്ടിയോളെ തൂക്കിയെടുത്തിടും ഡും ഡും. കേട്ട പാതി കേൾക്കാത്ത പാതി ഓടി ലതേച്ചിയുടെ മുന്നിലെത്തി ഞാനെന്ന് അവർക്കറിയാം. ഒരു ദിവസം അമ്മയോടിത് പറഞ്ഞ് കരഞ്ഞു. പിറ്റേന്ന് ലതേച്ചി വന്നപ്പോൾ അമ്മ ചോദിച്ചു, എന്തിനാ കുട്ടീനെ പേടിപ്പിക്കണേ? ബെല്ലടിക്കണേൻ്റെ മുമ്പേ എത്തിയില്ലാച്ചാൽ മാധവമാഷ് നല്ല തല്ലാട്ടോ. ഈ കുട്ടിയാച്ചാ ഉറുമ്പരിക്കും പോലെയാണേനും. അമ്മയ്ക്ക് ചിരി വന്നു എന്ന് തോന്നണു. മറ്റൊന്നും ആരും പറഞ്ഞില്ല. അന്ന് പോണ വഴിക്ക് ലതേച്ചി ചോദിച്ചു, കുട്ടി നാളെ തൊട്ട് ഒറ്റയ്ക്ക് പോയിക്കോളോ സ്കൂളിലേക്ക്? നടക്കൂല്ല, ഒറ്റയ്ക്ക് പോവില്ല. ഞങ്ങൾക്ക് വയ്യേ മാധവമാഷുടെ തല്ല് വാങ്ങാൻ. കുട്ടിക്ക് അച്ഛ തല്ലും കിട്ടില്ല. ആകെ ഒരശുവല്ലേ, ഒരു തല്ല് കിട്ടിയാൽ ചത്തുപോവും. ഇതൊക്കെ പറയുമ്പോൾ ലതേച്ചി കണ്ണുരുട്ടി വിരൽ ചൂണ്ടി ഒച്ച കനപ്പിക്കുന്നുണ്ടായിരുന്നു. എന്ത് പറയണമെന്നറിയാതെ അന്തം വിട്ട് ഞാനും. എന്തായാലും അന്നു മുതൽ ലതേച്ചി നട്ടുച്ച സന്ധ്യാസമയം ശ്ലോകം അവസാനിപ്പിച്ചു. ഞാനിത്തിരി പാടക്കാഴ്ച ആസ്വാദനങ്ങൾ കുറച്ചുകൊണ്ട് നടത്തത്തിന് വേഗതയും കൂട്ടി. ഞങ്ങൾക്കുള്ള 4 മണിച്ചായയിൽ അമ്മ ഒരു ബിസ്ക്കറ്റിൻ്റെ എണ്ണം കൂട്ടിത്തരികയും ചെയ്തു. അമ്മയും മുത്തശ്ശിയും മുത്തശ്ശനും ഭാർഗവിയമ്മയും ഉഷച്ചേച്ചിയും ഒക്കെ ഓർമ്മക്കാറ്റിൽ പറന്ന് ഇടയ്ക്കിടെ എത്തും, വെറുതെ ഒരു ചെറു ചിരിയോടെ കണ്ണ് നനയിക്കാൻ. തോർന്ന മഴയുടെ തോറ്റം എന്ന ചിത്രലേഖയുടെ ഓർമ്മക്കുറിപ്പിൽ ലതേച്ചിയുടെ ശ്ലോകം എന്ന അധ്യായം ഇവിടെ അവസാനിക്കുന്നു. നന്ദി.